തൊടേണമേ. ആരാധനേ യേശുവേ. Lord Jesus. Praise the Lord. Hallelujah. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 15-ാമത്തെ തിരുലിഖിതം. ജാഗരൂകരായിരിക്കുവിൻ, എല്ലാവിധ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. പ്രൈസ് ദ ലോർഡ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവിൻ്റെ വചനങ്ങൾ പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വാസത്തോടെ ഒരു ദൈവ പൈതൽ യേശുവിനെ വിളിക്കുന്നുവെങ്കിൽ വചനശ്രവണ നിമിഷങ്ങളിൽ തന്നെ അത്ഭുതകരമായ സൗഖ്യങ്ങളുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ വചനം കേട്ട് സൗഖ്യം പ്രാപിച്ച ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അദ്ദേഹം എഴുതിയിരിക്കുന്ന പ്രകാരമാണ്: എൻ്റെ പേര് സിസ്റ്റർ ജിസ്മി. എനിക്ക് വർഷങ്ങളായി ചെവിയുടെ അകത്ത് ഒരു ഗ്രോത്ത് വളരുകയും അതിൻ്റെ ഫലമായി ചെവിയുടെ പുറത്ത് നീര് വരികയും അത് പഴുത്ത് പൊട്ടുകയും ചെയ്തിരുന്നു. 2004 ഏപ്രിൽ 27 ആണ് ആദ്യം ഓപ്പറേഷൻ ചെയ്തത്. എന്നാൽ ആ ഓപ്പറേഷൻ കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടായില്ല. വീണ്ടും അടുത്തടുത്ത് പഴുത്തതിനാൽ ആ വർഷം തന്നെ മെയ് മാസത്തിൽ വീണ്ടും ഓപ്പറേഷൻ ചെയ്തു. വീണ്ടും അത് ഇടയ്ക്കിടയ്ക്ക് പഴുത്തുകൊണ്ടിരുന്നു. തല വിയർത്താൽ, ഒരുവിധം ശക്തമായി കാറ്റടിച്ചാൽ എൻ്റെ ചെവി പഴുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. 2007 ജനുവരിയിൽ വീണ്ടും ഓപ്പറേഷൻ ചെയ്തു. അതിനുശേഷം എന്നും മരുന്ന് കഴിക്കേണ്ട ഒരു സ്ഥിതിയായി. പക്ഷേ ചെവിയുടെ ആ രോഗപീഠ സൗഖ്യമായില്ല. അവസാനം ഫെബ്രുവരി 15-ാം തീയതി ഒരിക്കൽ കൂടെ ഓപ്പറേഷൻ നടത്തി. 3 മാസത്തേക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ വീണ്ടും പഴയതുപോലെയായി. പഴുക്കുമ്പോൾ തലയ്ക്കകത്ത് സഹിക്കാൻ പറ്റാത്ത വേദനയും വിങ്ങലുമായിരുന്നു. ഇനി ഓപ്പറേഷൻ വന്നാൽ ഞാൻ എന്തു ചെയ്യും എന്ന് എൻ്റെ മനസ്സിൻ്റെ ഭാരം വർദ്ധിച്ചു. ഞാൻ വളരെയധികം മാനസികമായി തകർന്നു. എന്നെ വീണ്ടും എറണാകുളത്ത് മെഡിക്കൽ ടെസ്റ്റിന് കൊണ്ടുപോയി. പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശം തന്നു. അങ്ങനെ ഞാൻ വീണ്ടും മാനസികമായി വിഷമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓഗസ്റ്റ് മുതൽ സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുന്ന വചന പ്രഘോഷണം കേൾക്കാൻ ഇടവന്നത്. എൻ്റെ ഹൃദയത്തിൽ വിശ്വാസം ജനിച്ച് ഞാൻ ആദ്യമൊക്കെ കുറച്ചൊക്കെ പ്രാർത്ഥിക്കുകയും കുറച്ചൊക്കെ വെറുതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ എൻ്റെ ചെവിയുടെ രോഗം വിട്ടുമാറാതെ വീണ്ടും പഴുത്തപ്പോൾ എൻ്റെ മനസ്സ് യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ശരണപ്പെട്ടു. 2007 ഒക്ടോബർ മാസത്തിലെ 2-ാമത്തെ ഞായറാഴ്ച ഞാൻ എൻ്റെ സർവ്വശരണവും യേശുവിൽ വെച്ച് ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ ഈശോയെ, എന്നെ സൗഖ്യമാക്കണമേ. എൻ്റെ ഈ രോഗം ഡിസംബർ 11 വരെ വരാതെ എൻ്റെ ചെവി സുഖമായിരുന്നാൽ ഞാൻ അവിടുന്ന് എന്നെ സുഖപ്പെടുത്തിയതാണെന്ന് ഏറ്റുപറഞ്ഞ് സെഗിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് കത്തയച്ച് സാക്ഷ്യപ്പെടുത്തും എന്ന് നേർന്നു. കാരണം മാസത്തിൽ ഒന്നെങ്കിലും മിനിമം പഴുക്കുന്നൊരവസ്ഥയിലായിരുന്നു എൻ്റെ ചെവിയുടെ അവസ്ഥ. എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. സെഗിയോൻ ധ്യാനകേന്ദ്രത്തിലുള്ള ടെലിവിഷൻ പ്രോഗ്രാമിൽ വചനം കേട്ടുകൊണ്ട് എൻ്റെ ഹൃദയം നുറുങ്ങി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അന്ന് എൻ്റെ ഈശോ എന്നെ സ്പർശിച്ചു. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ ചെവി പഴുത്തിട്ടില്ല. എൻ്റെ ചെവിയുടെ രോഗപീഠ പരിപൂർണമായും എന്നെ വിട്ടുപോയി. അതിനുശേഷം ഇന്ന് വരെ ഞാൻ മരുന്നും കഴിച്ചിട്ടില്ല. ഹല്ലേലൂയ. അത്ഭുതകരമായി ചെവിയിലുള്ള 6 തവണ ചെവി ഓപ്പറേഷൻ ചെയ്തിട്ട് വിട്ടുമാറാത്ത രോഗപീഠ
കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ച അവർ ഹൃദയം നുറുങ്ങി ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ സമയത്ത് സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നുള്ള വചന പ്രഘോഷണ നിമിഷങ്ങൾ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ടെലിവിഷനിലൂടെ വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് കേട്ട് ഈ സിസ്റ്റർ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇന്ന് വരെ മരുന്നെടുക്കേണ്ടി വന്നിട്ടില്ല, അത്ഭുതകരമായി സൗഖ്യപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഓ ദൈവമേ, ഇപ്പോൾ ഈ ശുശ്രൂഷകളിൽ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന സകല മനുഷ്യരെയും അവിടുന്ന് ഇപ്പോൾ സ്പർശിക്കണമേ. ഓ ദൈവമേ, അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ കർത്താവേ. രോഗികളുടെ മേൽ അങ്ങയുടെ കരങ്ങൾ ഇപ്പോൾ അവിടുന്ന് വെക്കണമേ. ആശുപത്രിയിൽ കിടക്കുന്നവരുടെ മേൽ ഇപ്പോൾ അങ്ങയുടെ കൈകൾ വെച്ച് സുഖപ്പെടുത്തണമേ കർത്താവേ. കഠിനമായ പൈശാചിക ബന്ധനങ്ങൾ കിടക്കുന്നവരെ ഇപ്പോൾ അങ്ങയുടെ കൈകൾ വെച്ച് സുഖപ്പെടുത്തണമേ കർത്താവേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിച്ച് ഇപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ഹൃദയങ്ങളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള പൈശാചിക പീഡകളും വിട്ടുമാറി പോകട്ടെ. അത്ഭുതങ്ങളുടെ ശക്തി ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിലെ 15-ാമത്തെ തിരുലിഖിതം, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാവിധ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. പ്രൈസ് ദ ലോർഡ്. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് പിന്നെ എങ്ങനെയാണ് മനുഷ്യജീവിതം ധന്യമാകുന്നത്? അതിനൊരു ഉദാഹരണം ബൈബിളിൽ നിന്ന് എടുക്കാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തെ നാം ഒന്ന് അപഗ്രഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ അരികിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാലഘട്ടത്തിൽ ഒരു കന്യകയ്ക്ക്, ഒരു പെൺകുട്ടി, വിവാഹിതയാകാൻ പോകുന്ന ഒരു പെൺകുട്ടിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു ഈ ദൈവിക വാർത്തയുടെ പ്രത്യാഘാതങ്ങൾ. കാരണം യഹൂദ സമൂഹത്തിൽ വിവാഹിതയാകുന്നതിന് മുമ്പ് ഗർഭിണിയാകുന്ന ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളതാണ് യഹൂദ നിയമം. അവളെ സംസ്കരിക്കാൻ പോലും ഒരു വകുപ്പ് അവിടെ ഇല്ല. കല്ലെറിഞ്ഞ് എറിയപ്പെടുന്ന കൂമ്പാരത്തിൻ്റെ അടിയിൽ അവൾ സംസ്കരിക്കപ്പെടും. അത്രയും കല്ലുകൾ അവളുടെ മേൽ വലിച്ചെറിയപ്പെടുന്ന തരത്തിലുള്ള ഒരു റിജിഡായിട്ടുള്ള സാംസ്കാരിക പാരമ്പര്യത്തിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യഹൂദ കന്യക ദൈവമായ സ്വർഗീയ പിതാവിൻ്റെ ഇംഗിതം വെളിപ്പെട്ടപ്പോൾ അതിനുവേണ്ടി എന്തു വേദന വന്നാലും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കും, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വഴികളെ അനുസരിക്കും, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ അനുസരിക്കുമെന്ന് പറഞ്ഞ് അതിൻ്റെ വേദന എടുക്കാൻ തയ്യാറായി. ഇതാണ് ഒരു വ്യക്തിയുടെ ജീവിതം ധന്യമാകാൻ ബൈബിൾ പറഞ്ഞു തരുന്ന മാർഗം. ബൈബിൾ പറഞ്ഞു തരുന്ന വഴി ഇതാണ്. നമ്മുടെ കണക്കുകൂട്ടലുകളും നമ്മുടെ പ്ലാനുകളും നമ്മുടെ പ്രോജക്റ്റുകളും അല്ല നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നത്. നാം സമ്പാദിച്ചു കൂട്ടുന്നതും നാം നേടിക്കൂട്ടുന്നതും നാം വെട്ടിപ്പിടിക്കേണ്ടതും അല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ദിനങ്ങൾ സുദിനങ്ങളാക്കി മാറ്റുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിക്കുന്ന കർത്താവിൻ്റെ വചനങ്ങൾ, ഈ വിശുദ്ധ ബൈബിൾ ജീവിതം ധന്യമാകാൻ വേണ്ടി നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വഴിയാണ് ദൈവത്തെ അനുസരിക്കുക. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കനത്ത അന്ധകാരങ്ങളും അതികഠിനമായ ദുഃഖഭാരങ്ങളും വലിയ കണ്ണുനീരും ഇട്ടുമൂടാൻ തക്കവണ്ണമുള്ള കണ്ണുനീരും ഗ്രസിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ദൈവത്തെ അനുസരിക്കാത്തതിൻ്റെ ചരിത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ പ്ലാനുകളും പദ്ധതികളെല്ലാം നടപ്പാകണമെങ്കിൽ അതിന് അനുകൂലമായ ഒരു അന്തരീക്ഷം വേണം. അതിന് നമ്മളെ സഹായിക്കുന്ന വ്യക്തികൾ വേണം. നമ്മളെ മനസ്സിലാക്കുന്നവരും നമ്മളെ സഹായിക്കുന്നവരും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരും നമ്മളെ വളർത്തുന്നവരും നമ്മളെ വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്യുന്നവരുമായ ഒരുപാട് ആളുകളുടെ പിൻബലം ഉണ്ടെങ്കിലേ നമ്മുടെ ഒരു പദ്ധതി ഇവിടെ നമുക്ക് വിജയകരമായി നടത്താൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് അനുകൂലമായ അന്തരീക്ഷങ്ങൾ ആവശ്യമില്ല. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ ഇടപെടലുകൾ, ദൈവത്തിൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ മനുഷ്യൻ്റെ പിന്തുണ ആവശ്യമില്ല. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ആകെ ആവശ്യമുള്ളത് അനുസരണം മാത്രമാണ്. പ്രൈസ് ദ ലോർഡ്. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും, ഇത് മനുഷ്യബുദ്ധിയ സംഭവ്യമാണെങ്കിലും അല്ലെങ്കിലും അതിൽ നാം ഉത്കണ്ഠാകുലരാകേണ്ട ആവശ്യമില്ല. ദൈവത്തിന് അനുകൂലമായ അന്തരീക്ഷം ആവശ്യമില്ല. ദൈവത്തിന് ആളുകളുടെ പിൻബലം ആവശ്യമില്ല. ദൈവത്തിന് മജോറിറ്റിയുടെ പിന്തുണ ആവശ്യമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ ഒരു കാര്യം മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ: അനുസരണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കുക, ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിക്കുക, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക. പരിശുദ്ധ കന്യകാമാതാവ് ചെയ്തത്, പരിശുദ്ധ കന്യകാമാതാവിൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം ഈ അനുസരണമായിരുന്നു. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. മനുഷ്യജീവിതം ധന്യമാകുന്നതിനുള്ള സുവർണപാത ബൈബിളിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ അനുസരിക്കുന്നവരുടെ പാത ദൈവം മറ്റെല്ലാവരുടെയും പാതയേക്കാൾ അത്ഭുതകരമായ വിജയത്തിൻ്റെ പാതയാക്കി ദൈവം മാറ്റും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവപുത്രനായ യേശുക്രിസ്തു മരണത്തോളം, അതേ കുരിശു മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു. അവൻ കല്ലറയിൽ അടക്കപ്പെടുന്നത് വരെ, അവൻ പാതാളത്തോളം താഴ്ത്തപ്പെടുന്നത് വരെ അനുസരണമുള്ളവനായിരുന്നു. ദൈവം അവനെ അത്യധികം ഉയർത്തി സകല മനുഷ്യർക്കുള്ളതിനേക്കാൾ ഉന്നതമായ നാമവും ഉന്നതമായ അധികാരവും വാഴ്ചയും മഹത്വവും അവന് നൽകി. പ്രൈസ് ദ ലോർഡ്. അനുസരണമുള്ളവരെയാണ് ദൈവം വിജയിപ്പിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അനുസരണം ഉന്നതമായ ഒരു സുഹൃതമാണ്. ഈ കാലഘട്ടത്തിൽ പല വ്യക്തികൾക്കും ഈ അനുസരണം വഴി ലഭിക്കാൻ പോകുന്ന വിജയത്തെക്കുറിച്ച് തിരിച്ചറിവില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ധന്യമാക്കുന്നതും ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ അത്ഭുതകരമായി വിജയിപ്പിക്കുന്നതും ദൈവ തിരുമുമ്പിലുള്ള അനുസരണമാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിക്കുന്നതാണ്. ദൈവവചനത്തെ അനുസരിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ അത്ഭുത വിജയത്തിലേക്ക് എത്തിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മാതൃക. പരിശുദ്ധ കന്യകാമാതാവ് നമ്മുടെ കൺമുമ്പിൽ ജീവിക്കുന്ന ഒരു മാതൃകയാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവ് അനുസരണത്തിൻ്റെ ഒരു മാതൃകയാണ്. ശ്ലീഹന്മാർ അനുസരണത്തിൻ്റെ മാതൃകയാണ്. ഇവർ കഴിവുകൊണ്ടല്ല ജീവിതം ധന്യമാക്കിയത്. ഇവർ ദൈവത്തെ അനുസരിച്ച് ജീവിതം ധന്യമാക്കി. പ്രൈസ് ദ ലോർഡ്. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഇപ്പോൾ അങ്ങയുടെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അനുസരണത്തിൻ്റെ ആത്മാവിനെ അങ്ങയുടെ ദാസന്മാരുടെ മേൽ വർഷിക്കണമേ. അനുസരണക്കേടിൻ്റെ എല്ലാ ദുരാത്മാക്കളും കുടുംബങ്ങളിൽ നിന്നും കൂട്ടത്തോടെ വിട്ട് ഓടിപ്പോകട്ടെ. അനുസരണക്കേടിൻ്റെ ദുരാത്മാക്കൾ നടമാടുന്ന എല്ലാ കുടുംബങ്ങളിൽ നിന്നും അനുസരണക്കേടിൻ്റെ ദുരാത്മാക്കളെ ശാസിച്ച് ആട്ടിപ്പായിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ്, അനുസരണത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കണ്ണടച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറനാഥാ. Come, Lord Jesus. ദിവ്യകാരുണ്യനാഥനായ കർത്താവ്
ഈ നിമിഷങ്ങളിൽ നിരവധി വ്യക്തികളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹൃദയം നുറുങ്ങി, യേശുവേ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം, എനിക്ക് അങ്ങല്ലാതെ മറ്റൊരു ശരണമില്ല എന്ന് പറഞ്ഞ് കണ്ണുനീരോടും വലിയ ആഗ്രഹത്തോടും കൂടെ പ്രാർത്ഥിക്കുമെങ്കിൽ, മകനെ, മകളെ, നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ട്. നീ ഇരിക്കുന്ന ഭവനത്തിൽ, നീ ഇരിക്കുന്ന ഇടങ്ങളിൽ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ഇടപെടലുണ്ട്. ഹൃദയം നുറുങ്ങുക, വിശ്വാസം തട്ടി ഉണർത്തുക, ആഗ്രഹത്തോടെ യേശുവിൻ്റെ നാമം വിളിക്കുക. രണ്ട് കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി എല്ലാ ദൈവമക്കളും യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, ഒത്തിരി കാലങ്ങളായി തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ അങ്ങയുടെ അത്ഭുത നാമത്താൽ തകർച്ചകളിൽ നിന്ന് വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടോത്രത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും എല്ലാ തിന്മയുടെ അരുവിയുടെ ഉപദ്രവത്തിൽ ക്ലേശിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് എല്ലാ ദുർശക്തികളെയും നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു, വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് അത്ഭുത ശക്തി വ്യാപരിച്ച് എല്ലാ തിന്മയുടെ ആധിപത്യ കോട്ടകളും തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനവും ചീട്ടുകളിയും തിന്മകളും യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ദൈവമേ, ഈ കുടുംബങ്ങളിലുള്ള ഓരോരുത്തരെയും പ്രത്യേകം അവിടുന്ന് കൈകൾ വെച്ച് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിലേക്ക് കണ്ണുനീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ അതിശയകരമെന്ന് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. Hallelujah, Maranatha. Come, Lord Jesus. എൻ്റെ പേര് ത്രേസ്യാണ്. കഴിഞ്ഞ മാസം 1-ാം തീയതി ഇവിടെ ധ്യാനം കൂടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എൻ്റെ കാര്യം ഒന്നും ഓർത്തിട്ടില്ല. അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഗ്യാസ് ട്രബിളായിട്ട് ഒരു സ്ത്രീക്ക് ഇങ്ങനെ പൊക്കിൾ വലുതായിട്ട് ഉള്ളത്, അത് ചുരുങ്ങി കാണുന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥന പറഞ്ഞപ്പോൾ എൻ്റെ വയറ് വലിയ വയറായിരുന്നു. അപ്പോൾ ഗ്യാസ് ട്രബിൾ ആണെന്ന് എനിക്കറിയില്ല. ഡോക്ടറെ അടുത്ത് പോയിട്ട് ഗർഭിണീൻ്റെ പോലെയാ? അതെ, വലിയ വയറായിട്ട് പൊക്കിൾ വലുതായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുരിശ് വരച്ചിട്ട് എൻ്റെ വയറൊന്ന് സുഖപ്പെടുത്തണമേ ദൈവമേന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസമായിട്ട് എനിക്ക് റെഗുലറായിട്ട് മോഷൻ പോകാതെ ഇരുന്നു. മോഷനൊക്കെ പോയി, പിന്നെ മൂത്രം ഒക്കെ നല്ലപോലെ പോകുന്നുണ്ട്. അതുപോലെ എനിക്ക് വയറ്റിന് വലിയ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. അതൊക്കെ മാറിക്കിട്ടി. പിന്നെ എൻ്റെ രണ്ടാമത്തെ മോന് പ്രസവിച്ച ശേഷം ആ പൊക്കിൾ വലുതായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായിട്ടും അത് ദൈവം തൊട്ട് സുഖപ്പെടുത്തി 28 വർഷമായി എൻ്റെ മോൾക്ക്. അത് 28 കൊല്ലമായിട്ട് ആ പൊക്കിള് ശരിയായി. ഇപ്പൊ ശരിയായി. കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന് പ്രാർത്ഥിച്ചപ്പോ അപ്പൊ പിന്നെ ഈ കാലില് താഴെ വീണിട്ട് അത് ഭയങ്കര വേദനയായിരുന്നു. അത് ഡോക്ടറെ അടുത്ത് കാണിച്ച് ഒക്കെ നേരായതാണ്. 4 കൊല്ലത്തിന് മുമ്പിലാണ്. അത് പിന്നെയും ഇപ്പോൾ വേദനിച്ചു കൊണ്ടിരുന്നു. പിന്നെ അത് നോക്കുമ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഈ സ്തുതിപ്പിൻ്റെ സമയത്ത് ഈ കാലിലുള്ള 2 കാലിലുള്ള ആ 10 വിരലും ഇങ്ങനെ കോച്ച് വലിച്ച് പിടിച്ച് ഇങ്ങനെ വലിയ ശക്തമായിട്ട് വേദന അനുഭവപ്പെടുകയും അത് പിന്നെ താഴെ ഇരുന്നതാണ്. പിന്നെ അത് സുഖപ്പെട്ട് കൈക്ക് ഇങ്ങനെ പൊക്കാൻ സഹായിക്കാതെ ജോലി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. ഇപ്പോൾ നല്ലപോലെ കൈ ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ കേട്ടോ, 28 വർഷമായിട്ട് ആ മോൻ്റെ പ്രസവത്തിന് ശേഷം പുക്കൾ ഇങ്ങനെ എന്തൊരു പ്രത്യേകമായ അവസ്ഥയിൽ ഇങ്ങനെ വീർത്തിരിക്കുകയായിരുന്നു. അത് 28 വർഷമായിട്ട് അങ്ങനെ ആ വിഷമം സഹിച്ച് നടക്കുകയായിരുന്നു. കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചപ്പോൾ പുക്കൾ സാധാരണ പോലെയായി മാറി. ഡോക്ടറെ അടുത്ത് കാണിക്കണമെന്നൊക്കെ ഉണ്ടായി.
മക്കളൊക്കെ പറയും ഡോക്ടറെ അടുത്ത് കാണിക്കണം, വലിയ ക്യാൻസർ ആയിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയി എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ ഗ്യാസ് ട്രബിളാണ് എനിക്ക് മനസ്സിലായി. ഞാൻ ഡോക്ടറെ അടുത്തും പോയില്ല, ഒന്നുമില്ല. സാധാരണ പോലെ ഓടി ചാടി ജോലിയൊക്കെ ചെയ്യാം, തുള്ളിച്ചാടി നടന്ന്. അപ്പോൾ വയറ് നല്ല വീർത്തിരുന്നു, വലിയ വയറായിരുന്നു, ഭയങ്കര അസ്വസ്ഥയാണ്. ജോലി ചെയ്യാനോ നമുക്ക് അസ്വസ്ഥയാണ്, കീഴെ കുനിയാനും പിടിക്കാനോ അങ്ങനെ ജോലി ചെയ്യാനൊന്നും പറ്റാത്ത സ്ഥിതിയായിരുന്നു. അതിപ്പോ എനിക്ക് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അമ്മച്ചിയുടെ പേരെന്താണ്? ത്രേസ്യാണ്. സ്ഥലം എവിടെയാ? സ്ഥലം നെല്ലിപ്പുഴയ്ക്കാണ്, മണ്ണാർക്കാട്. ത്രേസ്യ മണ്ണാർക്കാടുന്ന് തൻ്റെ അനുഭവം പറയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ വീർത്തിരുന്ന് വയറ് ചുങ്ങിപ്പോയി, അതുപോലെ ഇങ്ങനെ വലുതായിരുന്ന പൊക്കള് സാധാരണ പോലെയായി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഞാനൊരു ഏകദേശം 7 വർഷം മുമ്പ് തുടങ്ങി മൂത്രത്തിൽ പഴുപ്പിൻ്റെ ആ അസുഖം കൊണ്ട് വിഷമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് ഡോക്ടർമാരെ കണ്ടു. കഴിഞ്ഞ ജനുവരിയിൽ ബോധം കെടുത്തിയുള്ളൊരു ഓപ്പറേഷൻ നടത്തി. യൂറിനറി ബ്ലാഡറിന് കട്ടി കൂടുതലാണ്, പിന്നെ മൂത്രം പോകുന്ന കുഴൽ ചുരുങ്ങിപ്പോയി, അപ്പോൾ കുറേ മൂത്രം ഉള്ളിൽ കിടക്കും, അതുകൊണ്ടാണെന്നും പറഞ്ഞ. അന്ന് തുടങ്ങി ട്യൂബ് ഇട്ട് മൂത്രം എടുക്കുകയായിരുന്നു, ദിവസത്തിൽ 1 നേരം. അതല്ല എങ്കിൽ ഒരു ദിവസം എടുത്തില്ല എങ്കിൽ പിറ്റേ ദിവസം വയറിന് ഭയങ്കര വേദനയായിരുന്നു. എന്നാൽ ഞാനിവിടെ പോന്നപ്പോൾ ട്യൂബ് കൊണ്ടുവന്നിട്ടില്ല. അന്ന് തുടങ്ങിയിട്ട് എൻ്റെ വയറിന് യാതൊരു വേദനയും ഉണ്ടായിട്ടില്ല, ഇൻഫെക്ഷൻ്റെ യാതൊന്നും അനുഭവപ്പെട്ടിട്ടുമില്ല. 3 വർഷത്തിലധികമായി എൻ്റെ കഴുത്തിൻ്റെ എല്ലാം തേയ്മാനം വന്നിട്ട് കഴുത്തിങ്ങനെ കുനിഞ്ഞു വന്നായിരുന്നു. അത് തന്നെയല്ല, എൻ്റെ കഴുത്ത് തിരിക്കാൻ വിഷമമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ കഴുത്തിൻ്റെ വേദന മാറുകയും എൻ്റെ കണ്ണിൽ കണ്ണുനീർ പറ്റി പോകുമായിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഈ എല്ല് തേഞ്ഞിട്ട് ഞരമ്പിനെ വന്ന് കൊണ്ടിട്ട് ആ ഞരമ്പിനുള്ള പ്രശ്നം കൊണ്ടാണ് കണ്ണിലെ കണ്ണുനീര് പറ്റുന്നത് എന്നായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം തന്നെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയായിരുന്നു. പിന്നീട് ഇതുവരെ എൻ്റെ കണ്ണിന് ഉണക്കായിട്ടുള്ളൊരു അവസ്ഥ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഇന്ന് വരെ എൻ്റെ കണ്ണ് സുഖമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ പെടലിയുടെ വേദന നിശേഷം വിട്ടുമാറി. ഇവിടെ വന്നപ്പോൾ തുടങ്ങി ഞാൻ നിശ്ചയിച്ചു ഈ പാത്രം കഴുകുന്ന ജോലി ചെയ്യണം എന്ന്. ഞാൻ അതുകൊണ്ട് ആ ജോലി ചെയ്യുകയായിരുന്നു. എനിക്ക് കുനിഞ്ഞിട്ട് നോർന്നു കഴിഞ്ഞാൽ എൻ്റെ നട്ടലിൻ്റെ എല്ലാ കശേരുക്കളും തേഞ്ഞിരിക്കുകയാണ് എന്ന് എന്നോട് പറഞ്ഞില്ലേ, കുറച്ച് റെസ്റ്റൊക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ ഒരു ദിവസം നടന്നാൽ ഒരു ദിവസം കിടക്കും, മുഴുവനായിട്ടും കംപ്ലീറ്റ് കിടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വരുമ്പോൾ എനിക്ക് കിടക്കാൻ പറ്റുകയില്ലല്ലോ എന്ന് കരുതി ഞാനൊരു തലേണയൊക്കെ ആയിട്ടാണ് പോകുന്നത്. കാരണം എൻ്റെ നട്ടലിന് വെക്കാൻ വേണ്ടിയിട്ട് കഴുത്തിന് തോർത്ത് ഈ തുണി മടക്കി വെച്ചിട്ടാണ് ഞാൻ കിടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ആദ്യത്തെ ഒരു രാത്രി മാത്രമേ ഞാൻ അങ്ങനെ കിടന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അതെല്ലാം മാറ്റിയിട്ടാണ് ഇപ്പോൾ ഇത് കിടന്നത്. യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് നടുവേദന കുറച്ച് കൂടുതലായി, പുറത്തെ വേദനയൊക്കെ കൂടുതലായി, മുള്ളു കൊള്ളുന്ന പോലെയുള്ള അനുഭവങ്ങൾ വളരെയധികം ഉണ്ടായി. അപ്പോൾ ഞാൻ സ്തുതിച്ച് ഞാനത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ലഹരി പോലെ എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ വേദന, പുറത്തെ വേദന നിശേഷം മാറി. ടീച്ചറിനെ കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തി. കയ്യടിച്ച് സ്വയം മാറ്റപ്പെടുത്താം.